നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനി സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു സംഖ്യയും 55 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കാം. മിക്ക മത്സര പരീക്ഷകൾക്കും ഇങ്ങനെയുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗുണിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കുറേ അധികം സമയം നഷ്ടമാകും. അതിന് പകരം എളുപ്പ വഴി നോക്കാം. ഈ 55 എന്നത് നമുക്ക് 2 ഡിവിഷനായിട്ട് മാറ്റാം. ഏതാണ്? 5 ഇൻറ്റു 11 എന്നാക്കാം. ഇപ്പം 2,46,854 ഇൻറ്റു 5 ഇൻറ്റു 11. ആൻസർ ശരിയാണല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2,46,854 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അതിൻ്റെ എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേർ പകുതി എടുക്കുക, എന്നിട്ട് ഒരു 0 ഇടുക എന്നുള്ളതാണ് 5 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പവഴി. അപ്പോൾ ഈ 2ൻ്റെ പകുതി എത്രയാണ്? 1. 4ൻ്റെ പകുതി എത്രയാണ്? 2. 6ൻ്റെ പകുതി 3. 8ൻ്റെ പകുതി 4. ഈ 8ൻ്റെ പകുതി 4. 4ൻ്റെ പകുതി 2. പിന്നെ ഒരു 0 കൂടി ഇട്ടാൽ ഈ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമായി, അല്ലേ? അതിനുശേഷമോ 11 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു 11. 11 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നോക്കിയോളൂ. ഇൻറ്റു 11 അല്ലേ? അപ്പോൾ ഈ 1 അതേപടി ഇറക്കി എഴുതണം, ഈ 0 അതേപടി എഴുതണം. 11 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പവഴിയാണ് കാണിച്ചു തരുന്നത്. ഇനിയോ ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യണം. 1ഉം 2ഉം എത്രയാണ്? 3. പിന്നെയോ ഈ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യണം. ഇതൊക്കെ പ്ലസ്. 2 3 5. ഇനി 3 4ഉം കൂടെ പ്ലസ് ചെയ്യണം, 7. ഇനി 4 4ഉം കൂടെ പ്ലസ് ചെയ്യണം, 8. 4ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 6. പിന്നെയോ 2ഉം 0യും കൂടെ കൂടുമ്പോൾ 2. ലാസ്റ്റത്തെ സംഖ്യകൾ 1 ഇറക്കി എഴുതി, ഈ 0 ഇറക്കി എഴുതി, ഇതിങ്ങനെ കൂട്ടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഉത്തരവായി, അല്ലേ? അപ്പോൾ 2 കൊണ്ട് ഇതുണ്ടോ, 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് പകരം അതിൻ്റെ പകുതി കണ്ടു, എന്നിട്ടൊരു 0 ഇട്ടു, അതിനുശേഷം 11 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഉത്തരം എഴുതി, അല്ലേ? ഇതാണ് ആൻസർ. അപ്പോൾ ഈ 11 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ളതും 5 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ളതൊക്കെ എളുപ്പ വഴി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇതാണ് ഈ 2,46,854 55 കൊണ്ട് ഗുണിച്ചാലുള്ള ഉത്തരം. നമുക്കിത് പറഞ്ഞ് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? അതിനെ 2 ഡിവിഷൻ ആക്കണം. 5 ഇൻറ്റു 11, അല്ലേ? ആദ്യം 5 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണം? നേർ പകുതി കാണണം, അല്ലേ? നോക്കാം. 7ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.5. അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. 2 എത്ര പ്രാവശ്യം ഉണ്ട്? 3 2 6 എടുക്കണം. ബാക്കി 1 റിമൈൻഡർ ഉണ്ട്, അല്ലേ? ആ 1 8 കൂടെ ആകുമ്പോൾ 18 എന്ന് കണക്ക് കൂട്ടണം. 18ൽ 9 2 18. പിന്നെ അതിനകത്ത് റിമൈൻഡർ ഇല്ലല്ലോ. പിന്നെ 9 2 എത്ര പ്രാവശ്യം ഉണ്ട്? 4 2 8. റിമൈൻഡർ ഇവിടെ 1 ഉണ്ട്, അല്ലേ? ആ 1 4 കൂടെ ആകുമ്പോൾ 14. 14ൽ 7 2 14. റിമൈൻഡർ ഒന്നുമില്ല. ഇനി 5ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 2 4. റിമൈൻഡർ 1 ഉണ്ട്. ആ 1 6 കൂടെ ആകുമ്പോൾ 16. 16ൽ 2 8 പ്രാവശ്യം. പിന്നെ 3ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 പ്രാവശ്യം. 1 2 2. ബാക്കി ഒരു റിമൈൻഡർ ഉണ്ട്. അപ്പോൾ എത്ര റിമൈൻഡർ വന്നാലും അവസാനം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? കഴിഞ്ഞ വീഡിയോയിൽ ഈ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പവഴി എത്ര റിമൈൻഡർ വന്നു. ഇവിടെ തൊട്ട് മുകളിലത്തെ കണക്കിൽ റിമൈൻഡർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒരു 0 ആയിട്ട് ഇവിടെ റിമൈൻഡർ വന്നു, അല്ലേ? ഈ 3ൽ 2 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ 1 എഴുതി, റിമൈൻഡർ ഉള്ളപ്പോൾ ഒരു 5ആണ് ഇടുന്നത്. അപ്പോൾ ആൻസറായി. അപ്പോൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനിയോ അടുത്തത് 11 കൊണ്ട്. അതിൻ്റെ എളുപ്പവഴി ഞാൻ കാണിച്ചു തന്നു. 11 കൊണ്ട് എങ്ങനെ ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 11 അല്ലേ? ഇൻറ്റു 11 ഈ സംഖ്യ ഉണ്ട്. നോക്കിയോ, ഈ 3 അതേപടി ഇറക്കി എഴുതണം, ഈ 5ഉം അതേപടി ഇറക്കി എഴുതണം. പിന്നെയോ 3 9 കൂടെ കൂട്ടുമല്ലേ ചെയ്തേ? ഈ 9ഉം 3ഉം എത്രയാണ്? 12. അതിൻ്റെ 12ന് 2 എഴുതാവുള്ളൂ. റിമൈൻഡർ ഈ 3ൻ്റെ മുകളിൽ ഇവിടെ എഴുതണം. പിന്നെയോ 9 3 കൂട്ടി. പിന്നെയോ 9 4 13. 13ന് 3. റിമൈൻഡർ 1. പിന്നെ 4 7 11. 11ന് 1. റിമൈൻഡർ ഇവിടെ 1. പിന്നെ 7 2 9. റിമൈൻഡർ ഉണ്ടോ? ഇല്ല. പിന്നെ 2 8 10. 10ന് 0. റിമൈൻഡർ ഇവിടെ 1. പിന്നെ 8 1 9. പിന്നെയോ 5 1 6. ഇനി ആഡ് ചെയ്യണം. ഇനി 5 1 6 എഴുതി. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 5 6 9 0 9 1 10 1 1 2 3 1 4 2 1 3 3 1 4. ഇതായിരിക്കും ആൻസർ. കണ്ടോ? ഈ 11 കൊണ്ടും 5 കൊണ്ടും ഗുണിക്കാനുള്ള എളുപ്പവഴി അറിയാമെങ്കിൽ
ഈ ചോദ്യം ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ 55 കൊണ്ട് ഗുണിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 5 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി ഇത്രയും എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 11 കൊണ്ട് ഇതുണ്ടോ 11 കൊണ്ട് ഗുണിച്ചെഴുതി. ഇത് ഈ കണക്കും അതുപോലെ തന്നെ 5 കൊണ്ട് ഗുണിച്ചെഴുതി, അതിനുശേഷം 11 കൊണ്ട് ഗുണിച്ച് ഉത്തരം എഴുതി. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.